കൊച്ചിയിൽ ഗുണ്ടകളുടെ ഭീഷണി ഭയന്ന് ജീവനൊടുക്കിയ സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ഹരീഷ് പാപ്പി അറസ്റ്റിൽ. തിരുവാണിയൂർ സ്വദേശി ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. കൊലപാതകം, ബലാത്സംഗം അടക്കം 17 കേസുകളിൽ പ്രതിയാണ് ഹരീഷ് ഹാപ്പി. സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ മരിച്ച ബാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കം പരാമർശമുണ്ടായിരുന്നു ഈ ഹരീഷിന്റെയും ഒപ്പം തന്നെ മാണിക്കനും. അവർ രണ്ടുപേരുമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ട്. മറ്റേ ആളിനുമായിട്ടുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ബാബു ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം തിരുവാണിയൂർ സ്വദേശിയാണ്. തിരുവാങ്കുളത്തെത്തി ഒറ്റപ്പെട്ട പറമ്പിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഹരീഷിൻ്റെയും മാണിക്കൻ, ഇവർ രണ്ടുപേരും അവിടുത്തെ ഒരു കുപ്രസിദ്ധ ഗുണ്ടകളാണ്. ഈ രണ്ടുപേരുടെയും ഭീഷണി ഭയന്നാണ് തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ ബാബുവിൻ്റെ ആത്മഹത്യക്കുറിപ്പിലുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് തന്നെ ഹരീഷും മാണിക്കനും ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ക്രൂരമായ മർദ്ദനത്തിൽ ഭയന്നുപോയി എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പിൽ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹരീഷും മാണിക്കനും ഉൾപ്പെട്ട ഒരു കേസിൽ ബാബു സാക്ഷിയായിരുന്നു. അതിൽ സാക്ഷി പറയാൻ എത്താത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ക്രൂരമായി തന്നെ ഈ പ്രതികൾ മർദ്ദിച്ചത്. ഇതിലിപ്പോൾ ഹരീഷ് പാപ്പിയാണ് പിടിയിലായിട്ടുള്ളത്. ഇയാൾ 17ഓളം കേസുകളിൽ പ്രതിയാണ്. ബലാത്സംഗം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ഹരീഷ് പാപ്പി. എന്തായാലും ഇയാളെ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷേ മാണിക്കൻ ഇപ്പോഴും പിടിയിലായിട്ടില്ല. മാണിക്കൻ ഇപ്പോഴും ഒളിവിലാണ്. മാണിക്കന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. സേതു, ശരി സഹിൻ.